പറയുന്ന പോലെ തന്നെ പ്രസിദ്ധമായിട്ട് ആൾക്കാര് പ്രചരിപ്പിക്കുന്നത് പോലെ തന്നെ ഭഗവാൻ പറയാണ്, ഒരു പ്രത്യേകമാകുന്ന ഞാൻ എന്ന ഭാവം എപ്പോ ഉണ്ടാവുന്നു, ആ ഭാവത്തോടു കൂടിയിട്ട് രജോ ഗുണം നിറഞ്ഞ വൈകാരികമായ മനസ്സ് കൃത്യമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങുന്നുവോ, ആ മനസ്സിനനുസരിച്ച് ചില സങ്കല്പങ്ങൾ ഉണ്ടാകുന്നുവോ, ആ സങ്കല്പങ്ങൾ അനുസരിച്ച് ഓരോരോ അനുഭവവും വന്ന് അതിനോട് കാമം വർദ്ധിച്ച് തൃഷ്ണ വർദ്ധിച്ച് കൂടുതൽ കൂടുതൽ വാശികളായിട്ട് അത് മാറുന്നുവോ, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ആ പ്രവർത്തിക്കനുസരിച്ച് വീണ്ടും അതേ വാശികൾ വാസനകളായി ഉള്ളിലുണ്ടാവുകയും മൊത്തത്തിൽ ഇതൊരു ബന്ധനമായി മാറുകയും ചെയ്യും. ആൾക്കാർ പെട്ടുപോണതാണ് എന്ന് ഉദ്ധവന്റെ അടുത്ത് ഭഗവാൻ പറയുന്നുണ്ട്. ഒരു ഉദാഹരണമൊക്കെ വെച്ച് പറഞ്ഞാൽ, നമുക്കൊക്കെ ജീവിതത്തിലെ സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് എപ്പോഴാണ് എന്നൊന്ന് ആലോചിച്ചാൽ മതി. ഏതൊരാഗ്രഹം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഒരു പ്രത്യേക മേൽവിലാസം നമുക്ക് കൊടുത്തിട്ടാണ് നമ്മൾ അതിന്റെ ആഗ്രഹം പറയുന്നത്. ഞാൻ ഒരമ്മയായാൽ എനിക്ക് അമ്മയായിക്കൊണ്ടുള്ള ചില ആഗ്രഹങ്ങളുണ്ട്. ഞാനൊരു അച്ഛനായാൽ ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നോക്കുമ്പോൾ എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്. ഞാനൊരു മകനായിരിക്കുമ്പോഴും മകളായിരിക്കുമ്പോഴും സഹോദരനോ സഹോദരിയോ ഒക്കെ ആയിരിക്കുമ്പോഴും എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചില ആഗ്രഹങ്ങൾ വരും. ഇപ്പൊ ഞാൻ ഈ വേദിയിൽ ഇരുന്നൊരു പ്രഭാഷണം ചെയ്യുമ്പോൾ ഒരു പ്രഭാഷകനായി ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചില ആഗ്രഹങ്ങളുണ്ട്. ഞാൻ ഇന്ന മതത്തിലാളോ ഇന്ന ജാതിയിലാളോ ഇന്ന രാജ്യത്തിന്റെ ആളോ ഇന്ന ജോലി ചെയ്യുന്ന ആളോ ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചില ആഗ്രഹങ്ങൾ വരും. ചില ചില അഹംഭാവങ്ങൾക്കനുസരിച്ച് മാത്രമാണ് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവണത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഏതാഗ്രഹം എടുത്ത് നോക്കിക്കൊള്ളു. ആർക്കാ ആഗ്രഹം? അമ്മയായി എനിക്ക്, അല്ലെങ്കിൽ അച്ഛനായി എനിക്ക്, അല്ലെങ്കിൽ ഭാര്യയായി എനിക്ക്, അല്ലെങ്കിൽ ഭർത്താവായി എനിക്ക്, ഇങ്ങനെ പോവും. ഭഗവാൻ പറയണത്, ഈ അഹംഭാവങ്ങൾക്കപ്പുറത്ത് ഇതെല്ലാം വേഷങ്ങളാണെങ്കിൽ ഈ വേഷങ്ങളെല്ലാം ആയി നിൽക്കുന്ന ഒരു മേൽവിലാസം നമുക്കുണ്ട്. ആ മേൽവിലാസത്തിന് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല, സങ്കല്പങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് അതിനെ കാണാൻ പറ്റാത്തത് കൊണ്ട്, കെട്ടുന്ന വേഷങ്ങളെ മാത്രം കാണാൻ സാധിക്കുന്നത് കൊണ്ട്, ആ വേഷങ്ങളിൽ ഓരോന്നിലും അഭിമാനത്തോടു കൂടി നിൽക്കുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ചില ചില അനുഭവങ്ങൾ വേണമെന്നുള്ള സങ്കല്പങ്ങൾ ഉണ്ടാവുമ്പോൾ എത്രയൊക്കെ ശ്രമിച്ചാലും സ്വയം നിയന്ത്രണമില്ലാതെ പലതും മോഹിച്ചും പലതും പ്രവർത്തിച്ചും ആ പ്രവർത്തികൾക്കനുസരിച്ച് വീണ്ടും ഉള്ളിൽ മോഹങ്ങൾ നിറഞ്ഞും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ആ ഒരു കെട്ടിൽ നിന്ന് മുക്തനാവാൻ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ്. പക്ഷെ ഭഗവാൻ പറയണത് എന്താണെന്നറിയോ? ഉദ്ധവ, ദുഃഖോദർക്കാണി സമ്പശ്യൻ. പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ടും സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടേ ആണല്ലോ പോണത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എത്തുമ്പോ രജസ്തമോഭ്യാം യദപി വിദ്വാൻ വിക്ഷിപ്പതധീഹി പുനഃ അതന്ത്രിതോ മനോയുഞ്ജൻ ദോഷദൃഷ്ടിർന്ന സജ്ജതേ. കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ തോന്നിക്കഴിഞ്ഞാൽ, ആ ഒരു ദോഷത്തെ കാണുന്ന ദൃഷ്ടി നമ്മുടെ ഉള്ളിൽ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചൊക്കെ ഒരു കൺട്രോള് നമ്മുടെ ഉള്ളിൽ വെക്കണം, നമ്മളൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുത്തേണ്ടതാണ് എന്നുള്ള തോന്നൽ നല്ലോണം വരാൻ തുടങ്ങും. അത് വരുന്നതോടുകൂടി നല്ലോണം ശ്രമിച്ചാൽ സാധിക്കണം എന്നില്ല. മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കണു, ആഗ്രഹങ്ങൾ കുറയ്ക്കാൻ പറ്റണില്ല, വാശികൾ കുറയ്ക്കാൻ പറ്റണില്ല, അടങ്ങിയിരിക്കുന്ന വാസനകളെ കഴുകിക്കളയാൻ നോക്കുന്നു, പറ്റണില്ല. പക്ഷെ അതന്ത്രിതനായി ക്ഷീണിതനാവാതെ തോറ്റുപോയി എന്ന് ചിന്തിക്കാതെ സ്വന്തം മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ ശ്രമിച്ചു മുന്നോട്ട് പോയാൽ ഉറപ്പാണ് ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ അത് സാധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു.